ഇന്ന് സഭയിൽ നടന്ന ചർച്ചയിൽ വാക്കൌട്ട് പ്രസംഗം പ്രതിപക്ഷ നേതാവ് നടത്തുമ്പോൾ നിരന്തരമായി ബഹളം വെക്കുകയാണ് ഭരണപക്ഷം ചെയ്തത്. എന്നാൽ നിരന്തരം ബഹളമുണ്ടാക്കിയപ്പോൾ സ്പീക്കർ ഷംസീർ കുറച്ച് കടന്ന രീതിയിൽ തന്നെ ഇടപെടുകയും ചെയ്തു. ചില MLA-മാരെ പേരെടുത്ത് വിളിച്ചുകൊണ്ടാണ് സ്പീക്കർ ഇരിക്കാൻ പറഞ്ഞത്. മാത്രമല്ല, നജീബ് കാന്തപുരത്തിനെതിരെ മന്ത്രി മുഹമ്മദ് റിയാസ് ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ നജീബിനെ സംരക്ഷിക്കുവാനും സതീശൻ മാറുന്നില്ല. ആ വീഡിയോ ദൃശ്യത്തിലേക്ക്. ജാഗ്രതയോടുകൂടിയ ഇടപെടൽ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ അവർ തോന്നിയതുപോലെയാണ് ആ വർക്ക് നടത്തുന്നത്. തോന്നിയതുപോലെ ആരും എന്തിനും ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ലേ. ഞാനത് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോലും, എറണാകുളം ജില്ല വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പോലും ഗൗരവത്തോടുകൂടി പറഞ്ഞ കാര്യം, ഇടപെട്ട കാര്യം നല്ലത്. നിരന്തരമായ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലൂടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തിരുവനന്തപുരത്തുനിന്നൊരു കാർ എറണാകുളത്തെത്താൻ 7 മണിക്കൂർ 8 മണിക്കൂർ എടുക്കുകയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഹൈവേ തീരുന്നത് വരെ അങ്ങനെ പോയാൽ മതിയോ? രോഗികളെ കൊണ്ട് ആംബുലൻസ് പോകുന്നില്ലേ? സുഖമില്ലാത്തവർ ആശുപത്രിയിൽ പോകുന്നില്ലേ? കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ലേ? ആളുകൾ ജോലിക്ക് പോകുന്നില്ലേ? ഹൈവേ തീർന്നിട്ട് യാത്ര ചെയ്താൽ മതിയോ കേരളത്തിൽ? അപ്പൊ അതിന് ബദൽ സംവിധാനം സംസ്ഥാന സർക്കാർ ഇടപെടണം. ഇത്രയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൂടി, എല്ലാവരെയും ബാധിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന് നോട്ടീസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട മന്ത്രി അത് വ്യക്തിപരമായി എടുത്ത് അത് പെരിന്തൽമണ്ണ MLA-യെ കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരുടേതായ രീതിയിൽ അവതരിപ്പിക്കും. ഓരോരുത്തരുടെ രീതിയിൽ ചിലർ അഗ്രസീവായി അവതരിപ്പിക്കും, ചിലർ പതിയെ അവതരിപ്പിക്കും. അത് ഓരോ രീതിയാണ്. അങ്ങയുടെ രീതി വളരെ വ്യത്യസ്തമാണല്ലോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അല്ല, എന്റെ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഓരോരുത്തരുടെ രീതിയാണ്. അതൊന്നും മന്ത്രിമാർ വ്യക്തിപരമായി എടുക്കരുത്. നിങ്ങൾക്ക് പറയാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് കൂടി നിങ്ങൾ ഇതിനെടുക്കണം. അങ്ങൊരു പുതുമുഖമായതുകൊണ്ട് കൂടിയാണ് നിയമസഭ, അങ്ങ് മന്ത്രിയാണ്. അങ്ങ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് പറയാനുള്ള ഒരു അവസരം കൂടിയായി ഞാൻ തീർത്തോട്ടെ, അത്തരം അവസരങ്ങൾ എടുക്കണമെന്നാണ് എല്ലാ മന്ത്രിമാരോടും എൻ്റെ അഭ്യർത്ഥന. അല്ലാതെ ഞങ്ങളിത് കൊണ്ടുവന്നത് നിങ്ങളെ പ്രതിക്കൂട്ടിൽ കയറ്റി നിങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ചില വിഷയങ്ങൾ വളരെ ശരിയാണ് സാർ, ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇന്ന് സഭയിൽ ലീവ് പറഞ്ഞ് എൻ്റെ മണ്ഡലത്തിലും കൂടിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആ ചരമദിനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു, രാത്രി ട്രെയിൻ. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത്. സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ളൊരു അവസരം, ഇത്രയും കാലം എല്ലാവരും ടീമായി നിന്ന് ചെയ്ത കാര്യം പറയാനുള്ളൊരു അവസരം കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി ആ ട്രെയിൻ യാത്ര ഒഴിവാക്കിയിട്ടാണ് സഭയിൽ നിന്നത്. ആ അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സാർ, ഒക്കെ ഇങ്ങോട്ട് പറയുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ അങ്ങോട്ടും പറയുക. ഇങ്ങോട്ട് നല്ല നിലയിലാണെങ്കിൽ അങ്ങോട്ടും നല്ല നിലയിലായിരിക്കും. ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്റ്റ് ആണ് സാർ. സാർ, അങ്ങനെ പറയുന്നവർ ആകെ കുഴപ്പമാണെന്ന് കരുതരുത് സാർ. മനസ്സിലുള്ളത് തുറന്നു പറയുന്ന രീതിയാണ് ഞങ്ങളുടെ രീതി. ആ രീതി ഞങ്ങൾ തുടരും സാർ. അതിൽ വേറെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അകൽച്ചയോ ഒരു സംഗതി അതിനകത്തില്ല. ബഹുമാനപ്പെട്ട അംഗം നജീബ് കാന്തപുരം അവതരിപ്പിച്ചപ്പോ ആ വിഷയം അവതരിപ്പിച്ചതിന്റെ അപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ല, ഒരു വഴിവിട്ടും പോയിട്ടില്ല. ഒരു വാക്കുകളിൽ പോലും അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്, ആ വാക്കുകളിൽ പോലും വേണ്ടാത്ത ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അത് വ്യക്തിപരമായി എടുക്കരുത്, വ്യക്തിപരമായി എടുക്കാൻ പാടില്ല. പിന്നെ സാർ, ഇവിടെ കോർഡിനേഷനെ കുറിച്ച് പറഞ്ഞു, പ്രതിപക്ഷ ഇവിടെ കോർഡിനേഷനെ കുറിച്ച് പറഞ്ഞു. ശാന്തകുമാരി അവിടെ ഇരിക്ക്, വെറുതെ ബഹളം. അവിടെ ഇരിക്ക്, അതങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ, അവിടെ ഇരിക്ക്. സാർ, ഈ കോർഡിനേഷൻ, യഥാർത്ഥത്തിൽ ഈ കോർഡിനേഷൻ സംസ്ഥാനത്തില്ല. നിങ്ങൾ മന്ത്രിമാർ തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളും നല്ല ആളുകളും പരിചയക്കാരും ഒക്കെയാണ്. പക്ഷേ നിങ്ങളുടെ കോർഡിനേഷൻ താഴെ തട്ടിൽ ആ കോർഡിനേഷൻ ഉണ്ടോ? PWD, ജലവിഭവ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വൈദ്യുതി ബോർഡ്, ഇത്തരം സ്ഥാപനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കോർഡിനേഷൻ നടത്തിയാൽ മാത്രമേ ഒരു റോഡ് നമ്മുടെ നാട്ടിൽ പണിയാൻ പറ്റുള്ളൂ. ആ മീറ്റിങ്ങുകൾ കൃത്യമായി നടത്തുന്നില്ല. ഇത് റോഡ് പണിത് പിറ്റേ ദിവസമാണ് ആ പൈപ്പ് ഇടാൻ വരുന്നത്. റോഡ് പണിയുന്നതിന് മുൻപ് ഈ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ പണിയാൻ പോകുന്ന റോഡിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിൻ്റെ കൂടെ സമയം കൊടുത്ത് ആ പ്രോജക്റ്റ് കൂടി കംപ്ലീറ്റ് ചെയ്താണോ റോഡ് പണിയുന്നത്? ഇപ്പോൾ ഞാൻ എത്ര സ്ഥലത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. നിങ്ങൾ റോഡ് പണി പൂർത്തിയാക്കി 1 മാസത്തിനുള്ളിൽ കുത്തിപ്പൊളിക്കുന്ന എത്രയോ സ്ഥലങ്ങൾ കോർഡിനേഷൻ ഇല്ലാത്ത കൊണ്ടാണ്. ആലുവ, ഞാൻ ഉദാഹരണം പറയാണ്, ആലുവ പെരുമ്പാവൂർ റോഡ് ജലജീവൻ മിഷന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി ചെയ്താണ്.
8 മാസമായി റോഡ് കേടായി കിടക്കുകയാണ്. 8 മാസമായിട്ട് 8 മാസം. അപ്പോൾ PWDക്കെതിരായിട്ട് വലിയ വാർത്തകളാണ് എല്ലാ ദിവസവും പത്രത്തിൽ. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഒരു ബുദ്ധി കാണിച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി ഒരു ബോർഡ് വെച്ചു, ഈ റോഡ് ഞങ്ങളുടേതല്ല, ഇത് വാട്ടർ അതോറിറ്റിയുടെ കയ്യിലാണ്. എൻ്റെ കയ്യിലുണ്ട്, മലയാള മനോരമയിൽ വന്ന ബോർഡിന്റെ പടമുണ്ട്. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ പ്രവർത്തകർ ഈ റോഡ് കേരള വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിരിക്കുന്നു, ഇത് ഞങ്ങളുടേതല്ല ഈ റോഡ്. മരാമത്ത് വകുപ്പ് ഒപ്പ്. എന്നുവെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. റോഡ് മോശമായി കിടക്കുന്നതിന്റെ ആക്ഷേപം കേൾക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറല്ലാത്തതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ട് ബോർഡ് വെച്ചിരിക്കുക, ഇത് ഞങ്ങളുടെ അല്ല, ഈ റോഡ് വാട്ടർ അതോറിറ്റിയുടെയാണ് എന്ന് റോഡ് വെക്കേണ്ട. അതാണ് കോർഡിനേഷൻ, സംസ്ഥാനത്ത് കോർഡിനേഷൻ നടക്കുന്നത് സാർ. അതുപോലെ ഇവിടെ BMBCയുടെ കാര്യം പറയും, ഞങ്ങൾ 50% തീർത്തു എന്ന് പറയും. അതിപ്പോൾ തുടങ്ങിയൊന്നും അല്ല സാർ BMBC. നിങ്ങളങ്ങനെ അല്ല, നിങ്ങൾ തെറ്റിദ്ധാരണ വേണ്ട. 2016 നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എൻ്റെ നിയോജക മണ്ഡലത്തിലെ 80% റോഡുകളും BMBC പൂർത്തിയാക്കിയ. നേരത്തെ ഉണ്ട് 80% റോഡുകൾ, ഇപ്പം 20 കൂടി പൂർത്തിയാക്കി. ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലം അല്ല, ഞാൻ പറഞ്ഞതാണ്, അത് ഇപ്പം ചെയ്തതല്ല, അത് നേരത്തെ ചെയ്തതാണ്. നേരത്തെ ചെയ്തു തുടങ്ങിയ എപ്പോഴും എല്ലാ കാലത്തും അപ്ഗ്രേഡ് ചെയ്യണം, റോഡ് അപ്ഗ്രേഡ് ചെയ്യണം. ആ റോഡ് അപ്ഗ്രേഡേഷന്റെ ഭാഗമായി കുറേ നാളുകളായി BMBC ചെയ്യുക. പക്ഷെ ഇപ്പോഴുള്ള പ്രോബ്ലം എന്താ സാർ? കഴിഞ്ഞ കുറേ വർഷങ്ങൾ സംഭവിച്ചത് പ്രശ്നം ഞാൻ പറഞ്ഞുതരാം പ്ലീസ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ സംഭവിച്ചതെന്താ? കിഫ്ബിയിലേക്ക് കോൺസെൻട്രേഷൻ പോയി. PWDയിലേക്കുള്ള അലോട്ട്മെന്റ് കുറഞ്ഞു. PWDയിൽ കിട്ടുന്ന അലോട്ട്മെന്റിലുള്ള പ്രശ്നം BMBC ആയി മാറിയപ്പോൾ വളരെ ചുരുങ്ങിയ കിലോമീറ്റർ റോഡ് മാത്രമേ PWDക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വളരെ കാരണം BMBCക്ക് തുക കൂടുതലാണ്. സാധാരണ റോഡുകൾ ടാർ ചെയ്യുന്നതിന് PWDക്ക് താല്പര്യമില്ല. എന്നാൽ സ്വാഭാവികമായിട്ടും എല്ലാം BMBC ആക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യം. പക്ഷേ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള റോഡുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് വെച്ച് BMBC ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ബാക്കി റോഡുകൾ വഴിയിൽ കിടക്കുകയാണ്.